കേരള രാഷ്ട്രീയത്തിൽ നിന്നും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് KB ഗണേഷ് കുമാർ. മികച്ച ഒരു നടൻ എന്ന നിലയിൽ നിന്ന് മികച്ച ഒരു ഭരണാധികാരി എന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നത് നാം കണ്ടു. എന്നാൽ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളല്ല, മറിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം ഉയർത്തിയ കടുത്ത ആരോപണങ്ങളാണ്. തന്റെ കുടുംബജീവിതം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്ന ഗണേശന്റെ പ്രസ്താവന ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിലെ വസ്തുത എന്താണ്? കേരള സമൂഹം ഈ പ്രസ്താവനയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ യുവ നേതാക്കളിൽ ഒരാളായിരുന്നു ഗണേഷ് കുമാർ. UDF മന്ത്രിസഭയിൽ ഗതാഗത സിനിമ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ഗണേശന് ഉമ്മൻചാണ്ടി നൽകിയിരുന്ന പരിഗണന വളരെ വലുതായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് ഒരു പിതൃതുല്യനായിരുന്നു. ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നങ്ങൾ പരസ്യമാവുകയും ആഭ്യന്തര കലഹങ്ങൾ കോടതിയിലെത്തുകയും ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇടപെടേണ്ടി വന്നു. ഗണേശന്റെ വാദം തന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പകരം ഉമ്മൻചാണ്ടി അത് വഷളാക്കിയെന്നും സോളാർ വിവാദ കാലത്ത് തന്നെ കരുവാക്കി എന്നുമാണ് ഗണേഷ് ഇപ്പോൾ ആരോപിക്കുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ടത് സമാധാനമുണ്ടാക്കാനാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. സോളാർ കേസ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചപ്പോൾ ഗണേഷ് കുമാറിന്റെ പേര് അതിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. സരിതാ നായരും ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ അന്ന് മാധ്യമങ്ങളിൽ സജീവവുമായിരുന്നു. ചില ചിത്രങ്ങളും പുറത്തു വന്നു. അന്ന് ഉമ്മൻചാണ്ടി പലതും തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ താൻ ഇത്രത്തോളം ക്രൂശിക്കപ്പെടില്ലായിരുന്നു എന്നാണ് ഗണേഷ് പറയുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ അനുയായികൾ പറയുന്നത് നേരെ തിരിച്ചാണ്. ഗണേശനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഉമ്മൻചാണ്ടി പല കാര്യങ്ങളും രഹസ്യമാക്കി വെച്ചത് അതാണ് അദ്ദേഹത്തിന് വിനയായത് എന്നാണ്. രാഷ്ട്രീയമായ ഒരു ചതിയായിട്ടാണ് ഗണേഷ് കുമാർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയത്. ഈ വ്യക്തിപരമായ വൈരാഗ്യം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വേർപാടിന് ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആ സമയത്താണ് ഗണേഷ് കുമാർ ഇത്തരമൊരു വെടി പൊട്ടിക്കുന്നത്. സർവ കക്ഷി എതിർപ്പാണ് ഇതിൽ നിന്ന് അദ്ദേഹം നേരിടുന്നത്. കോൺഗ്രസ് മാത്രമല്ല, BJPയും ഇടതുപക്ഷത്തെ ചില നേതാക്കൾ പോലും ഗണേശന്റെ ഈ പരാമർശത്തിൽ അതൃപ്തരാണ്. മരിച്ച ഒരാൾക്കെതിരെ, പ്രത്യേകിച്ച് ജനങ്ങൾ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു വലിയൊരു നേതാവിനെ ഇത്തരത്തിൽ സംസാരിക്കുന്നത് തന്നെ അദ്ദേഹത്തെ പറ്റി ഈ കാലത്ത് ചർച്ച ചെയ്യുന്നതിന്റെ രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന് പലരും കരുതുന്നുണ്ട്. കുടുംബം തകർത്ത എന്ന ആരോപണം ഒരു മകൻ അച്ഛനെതിരെ സംസാരിക്കുന്നത് പോലെയാണ് ഗണേഷ് സംസാരിക്കുന്നത്. എൻ്റെ കുടുംബം തകർന്നു, ഞാൻ റോഡിലായി എന്ന ഗണേഷിന്റെ വാക്കുകൾ സഹതാപം നേടാനാണോ അതോ ഉമ്മൻചാണ്ടി എന്ന ബിംബത്തെ തകർക്കാനാണോ എന്ന് സമൂഹം ചോദിക്കുന്നു. സമൂഹത്തിന്റെ കാഴ്ചപ്പാട് നമുക്കൊന്ന് പരിശോധിച്ചാൽ കേരള സമൂഹം ഗണേഷിനെ ഒരു മികച്ച മന്ത്രിയായി കാണുമ്പോഴും അദ്ദേഹത്തിന്റെ ഇത്തരം വ്യക്തിപരമായ കടന്നാക്രമണങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ബഹുജനങ്ങളുടെ ഇടപെടലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ വ്യക്തിപ്രഭാവം ഇല്ലാതാക്കാൻ ഇത്തരമൊരു പ്രസ്താവന കൊണ്ട് കഴിയുകയില്ല എന്നത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയം എന്നത് വെറും അധികാരമാറ്റം മാത്രമല്ല, അത് വ്യക്തിപരമായ ബന്ധങ്ങളുടെയും വിശ്വാസത്തിന്റെയും കൂടി ഇടമാണ്. ഗണേഷ് കുമാർ ഇന്ന് ആരോപിക്കുന്ന പോലെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ, അതോ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ഗണേഷ് നടത്തുന്ന ഒരു പുകമറയാണോ ഇത്? സോളാർ വിവാദത്തിന്റെ കറുത്ത പാടുകൾ ഇന്ന് മാഞ്ഞിട്ടില്ല. ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരൻ തന്റെ കഴിവും പ്രശസ്തിയും ഉപയോഗിച്ച് മുന്നോട്ടു പോകുമ്പോഴും ഭൂതകാലത്തിലെ ഈ പ്രേതങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നു. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹിയെ തള്ളിപ്പറയുന്നതിലൂടെ ഗണേഷ് കുമാർ സ്വന്തം രാഷ്ട്രീയ ഭാവിക്കാണോ അതോ ശത്രുക്കൾക്കാണോ ഗുണം ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വിവാദങ്ങൾ അവസാനിക്കുന്നില്ല, പക്ഷെ സത്യം എന്നെങ്കിലും പുറത്തു വരും. കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാണ്. അവർക്ക് ഈ നാടകങ്ങൾക്കിടയിലെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയും എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ നമ്മുടെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.